മുഴുവൻ വിശ്വത്തിലെയും ബ്രാഹ്മണ പരിവാരം, മധുബൻ നിവാസികൾ, എല്ലാ സേവാകേന്ദ്രത്തിലെയും മുതിർന്ന സഹോദരീ സഹോദരന്മാരെ പ്രതിയും ഏറ്റവും ആദ്യം തന്നെ ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും. വർത്തമാന സമയത്ത് നമുക്ക് എന്ത് പുരുഷാർത്ഥമുണ്ടായിരിക്കണം? ഏതെല്ലാം കാര്യത്തിൽ നാം ശ്രദ്ധ പുലർത്തണം? ഏറ്റവും ആദ്യം തന്നെ സമയം പരിവർത്തനപ്പെടുകയാണല്ലോ. നമുക്ക് കയറുന്ന കലയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ പുറമേയുള്ള വാതാവരണം മാത്രമല്ല, ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷത്തിന്റെ കാരണത്താൽ പലർക്കും പല പ്രകാരത്തിലുള്ള ടെൻഷൻ എന്നുള്ളത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ബ്ലാക്ക് ഔട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഭീതിയാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്കറിയാം, നാം ശേഖരിച്ചിട്ടുള്ള സർവശക്തികൾ അതാണ് സമയത്ത് ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ സ്ഥിതിയെ അചഞ്ചലവും ദൃഢതയുള്ളതുമാക്കി മാറ്റുന്നതിനു വേണ്ടി വളരെ ആവശ്യമുള്ള ഒന്നാണ് പരിതസ്ഥിതിക്കനുസരിച്ച് ശക്തി ഉപയോഗപ്പെടുത്തണം. തന്റെ സ്ഥിതിയെ സ്ഥിരതയുള്ളതാക്കി മാറ്റണം. ബാബ കേവലം ഒരേ ഒരു കാര്യമാണ് സമസ്യയ്ക്കുള്ള സമാധാനമായി പറഞ്ഞു തരുന്നത്. അതാണ് ബാബയുടെ ഓർമ്മ, യോഗബലം. വർത്തമാന സമയമനുസരിച്ച് എന്തെല്ലാം പരിവർത്തനങ്ങളാണോ പരിതസ്ഥിതികളിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ആ സമയങ്ങളിലും നമുക്ക് സ്വയത്തെ പ്രതിയോ മറ്റൊരു കാര്യത്തെ പ്രതിയോ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയും പാടില്ല, ഭയം പാടില്ല. വ്യക്തിഗത പുരുഷാർത്ഥത്തിൽ അറ്റൻഷൻ പാലിക്കണം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരുടെയും പാർട്ട് അവരവരുടേതാണ്, സ്വഭാവ സംസ്കാരങ്ങൾ അവരവരുടേതാണ്. എത്രത്തോളം ഞാൻ സ്വയത്തിനുമേൽ അറ്റൻഷൻ നൽകുന്നു. നോക്കൂ, പകൽ സമയത്ത് 3 കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പുരുഷാർത്ഥം, രണ്ടാമത് കാര്യവ്യവഹാരം, മൂന്നാമത് സേവനം. നമുക്ക് ഈ 3 കാര്യങ്ങളിലും സന്തുലനാവസ്ഥ പാലിക്കണം. കാര്യവ്യവഹാരങ്ങൾ വളരെയേറെ വിസ്താരം പ്രാപിച്ചതാണ്, സേവനവും വിസ്താരം പ്രാപിച്ചതാണ്. പക്ഷേ ആ 2 കാര്യങ്ങളിലും സഫലത പ്രാപിക്കുന്നതിനു വേണ്ടി നാം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് സ്വപുരുഷാർത്ഥമാണ്. എത്രത്തോളം നാം അമൃതവേള മുതൽ രാത്രി വരെ ട്രാഫിക് കൺട്രോൾ സമയത്ത്, അതിരാവിലെയുള്ള യോഗം, സന്ധ്യായോഗം, എല്ലാ സേവാകേന്ദ്രങ്ങളിലും എല്ലാ സ്ഥാനങ്ങളിലും നിയമിത രൂപത്തിൽ ഇത് രണ്ടും നടക്കണം. ഇന്നത്തെ വാതാവരണം അനുസരിച്ച് എത്ര കഴിയുന്നു സൈലൻസിന്റെ പ്രാക്ടീസ്, ശാന്തിയുടെ ശക്തി, അതുപോലെ യോഗബലം എത്ര കഴിയുന്നു അത്യാവശ്യ കാര്യവ്യവഹാരങ്ങളിലേക്ക് മാത്രം ഏർപ്പെടുക. മനസാ സേവനത്തിന് വളരെയധികം ആവശ്യകതയുണ്ട്, അവനവനും ആവശ്യമുണ്ട്. ഏതൊരു കാര്യത്തിലും നിരാശപ്പെടരുത്, പരവശപ്പെടരുത്. തന്റെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യൂ. ബാബ തന്റെ മഹാവാക്യങ്ങളിൽ കയറുന്ന കലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. കയറുന്ന കലയിലൂടെയാണ് സർവരുടെയും മംഗളമുണ്ടാകുന്നത്. കയറുന്ന കലയിൽ ശ്രദ്ധ നൽകൂ, ആരെയും ആധാരമാക്കരുത്. പരസ്പരം പ്രേരണ സ്വീകരിക്കുക എന്നുള്ളത് ശരി, പക്ഷേ ആധാരമാക്കരുത് ആരെയും. എല്ലാവർക്കും സൂചന ലഭിച്ചിട്ടുണ്ടാകുമല്ലോ. കുറച്ച് അവശ്യ സാധന സാമഗ്രികൾ വാങ്ങിച്ചു വെക്കണം. മുഖ്യമായിട്ടുള്ള വസ്തുക്കൾ, ഭോജനത്തിന്റെ, വെള്ളത്തിന്റെ ഏർപ്പാടുകൾ, അതെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കേണ്ടതാണ്. പക്ഷെ ആന്തരികമായി ഈ ഒരു ലക്ഷ്യം വെക്കണം. നമ്മുടെ സങ്കല്പങ്ങളെ വിസ്താരത്തിലേക്ക് കൊണ്ടുപോകരുത്. സംബന്ധ സമ്പർക്ക, വ്യവഹാരം, ധനം, സമ്പത്ത് എല്ലാം വിസ്താരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കൂ. വിനാശ സമയത്ത് എന്തുതന്നെ നമ്മളിൽ നിന്നും പോയാലും
നമുക്ക് ആവശ്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും വേണം. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പക്കൽ വെക്കണം. അതെല്ലാം സഫലമാക്കി പോണം. ഇന്നത്തെ കാലത്ത് ആലസ്യമില്ല, പക്ഷേ മനസ്സിന്റെ ബുദ്ധിയുടെ ആലസ്യമുണ്ട്. അലസത, മടി ഇതൊന്നും തന്നെ ഇപ്പോൾ പാടില്ല. ഇതിലൂടെയാണ് വിഘ്നങ്ങൾ ഉണ്ടാകുന്നത്. വിഘ്നം പുറമേ നിന്നാണ് വരുന്നത്. പക്ഷേ എന്നെ ടച്ച് ചെയ്യരുത്, സ്പർശിക്കരുത്. ഏതൊരു കാര്യം സംഭവിക്കുകയാണെങ്കിലും നമ്മുടെ ചിത്തിൽ അഥവാ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബുദ്ധിയിൽ അത് പറ്റിപ്പിടിക്കുകയാണെങ്കിലാണ് ചിന്തനം അതിനെക്കുറിച്ച് നടക്കുന്നത്. അതിലൂടെ സമയം വ്യർത്ഥമായി പോകുന്നു, സങ്കല്പം വ്യർത്ഥമായി പോകുന്നു, ശ്വാസം വ്യർത്ഥമായി പോകുന്നു. 3 എനർജിയും പോവുകയാണ്. ഇന്നത്തെ കാലത്ത് ഓരോ ശ്വാസവും, ഓരോ സങ്കല്പവും, ഓരോ നിമിഷങ്ങളും, ഓരോ ക്ഷണവും നമുക്ക് മുന്നേറുന്നതിനായി, നമ്മുടെ ഉന്നതിക്കായി നമുക്ക് പ്രയത്നിക്കണം. ആരും നമ്മെ പിറകിൽ നിന്നും വലിക്കരുത്. നമ്മുടെ സങ്കല്പമായിക്കോട്ടെ, മറ്റുള്ളവരുടെ ഭാഗത്തിൽ നിന്നുമുള്ള വാക്കുകളോ വൈബ്രേഷനോ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ പിടിച്ചു നിർത്തരുത്. ഒരു കാര്യത്തെ പ്രതി നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ ഒരൊറ്റ സങ്കല്പം വെക്കൂ: എനിക്ക് ഉന്നതി പ്രാപിക്കണം, മുന്നേറണം. പരിതസ്ഥിതി, കർമ്മക്കണക്കുകൾ, പുറമേയുള്ള വാതാവരണം ബുദ്ധിയെ പല സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കും. പക്ഷേ നമുക്കൊരേ ഒരു ബാബയുമായി ബുദ്ധിയോഗം യോജിപ്പിക്കണം. ബാബ തന്നെയാണ് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. എല്ലാവരുമായും യോജിച്ചു പോകണം. ഈ വർഷത്തെ ടോപ്പിക്കാണല്ലോ ഏകതയും വിശ്വാസവും. ആ ടോപ്പിക്കിന്റെ ആധാരത്തിൽ പരസ്പരം മിലനം ചെയ്യുക, മനനം ചെയ്യുക, പരസ്പരം വിശ്വാസം അർപ്പിക്കണം. പക്ഷേ ശ്രദ്ധിക്കണം, ആരെയും ചതിക്കരുത്, ആരുടെയും ചതിയിൽ പെടരുത്. ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ മാസം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാസത്തിൽ പവിത്രതയുടെ ദൃഢത, പവിത്രതയുടെ ശക്തിയെക്കുറിച്ചാണല്ലോ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ വരദാനം. അറ്റൻഷൻ വെച്ചുകൊണ്ട് തന്റെ ഓരോ സങ്കല്പത്തെയും, തന്റെ ഓരോ വാക്കുകളെയും കർമ്മത്തെയും പവിത്രതയുടെ ആധാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ബന്ധനവും നമ്മെ ആകർഷിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ വിനാശം തൊട്ടുമുന്നിൽ കാണപ്പെടുന്നുണ്ടല്ലോ എല്ലാവർക്കും. പക്ഷേ നമുക്ക് മുന്നിൽ കാണപ്പെടേണ്ടത് സത്യുഗമാണ്. വിനാശം തീർച്ചയായിട്ടും ഉണ്ടാകും, പിന്നീട് വരുന്നത് സത്യുഗമാണ്. അങ്ങനെ ആന്തരികമായി നമ്മുടെ ഉള്ളിലുള്ള എന്തെല്ലാം സംസ്കാരങ്ങളുണ്ടോ, സ്വഭാവങ്ങളുണ്ടോ, ഈ സമയം ബാബ പറയാറുണ്ടല്ലോ അനാദി ആദി സ്വഭാവ സംസ്കാരത്തെക്കുറിച്ച്. പവിത്രതയാണ് അനാദി ആദി സംസ്കാരം, നമ്മുടെ നാച്ചുറൽ സംസ്കാരം. പവിത്രമായിരിക്കണം, ശുദ്ധമായിരിക്കണം, സ്പഷ്ടമായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, ശ്രദ്ധയിൽ വെച്ചുകൊണ്ട്, ഏകതയോടെ സംഘടിത രൂപത്തിൽ നമുക്കെല്ലാവർക്കും ബാബയുടെ ഈ ഈശ്വരീയ പരിവാരം, ബ്രാഹ്മണ കുലഭൂഷണര് ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു ലക്ഷ്യം വെക്കാം. ഓരോ ചുവടും നമുക്ക് മുന്നിലേക്ക് പോകണം. സന്തുലന യോഗി ജീവിതം നമുക്ക് നയിക്കണം. എപ്പോഴും കാര്യവ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നായിരിക്കരുത്. സേവനം വളരെ ആവശ്യം തന്നെയാണ്. പക്ഷേ സ്വപുരുഷാർത്ഥം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. താങ്കൾ എല്ലാവരെയും പ്രതിയും ശുഭഭാവന, ശുഭകാമനയുണ്ട്. നമ്മളെല്ലാവരും ബാബയുടെയും പവിത്രതയുടെയും കുടക്കീഴിൽ ഇരുന്നുകൊണ്ട് സദാ സേഫായിരിക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.